അതിരുകളില്ലാത്ത സേവനം നിങ്ങൾക്ക് നൽകുന്നു. അലാസ് ഗ്രൂപ്പ് ഇന്റർനാഷണലിൽ നിന്നും അലാസ് ടൂർസ് ആൻഡ് ട്രാവൽസ്. ഹജ്ജ് ആൻഡ് ഉംറ വിസ, പാസ്പോർട്ട് ആൻഡ് എമിഗ്രേഷൻ ക്ലിയറൻസ്, എയർ ആൻഡ് ബസ് ടിക്കറ്റ്സ്, ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, കസ്റ്റമർ ക്ലിയറൻസ്, വിവാഹം, വിനോദം തുടങ്ങിയവയ്ക്കുള്ള വാഹനങ്ങൾ, കൂടാതെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്കും. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കുടിവെള്ളത്തിലെ അണുബാധയ്ക്കും മാലിന്യത്തിനും ഒരു ശാശ്വത പരിഹാരം. അലാസ് വാട്ടർ പ്യൂരിഫയർ സർവീസ്. ഓതറൈസ്ഡ് ഡീലർ അലാസ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ, ഓപ്പോസിറ്റ് വിമൻസ് അറബിക് കോളേജ് റോഡ്, മോങ്ങം. ബ്രാഞ്ചസ് ദുബായ് ആൻഡ് പത്തനംതിട്ട. തലമുറകൾ കൈമാറിയ കൈപുണ്യം. ചോല ഫുഡ്സ്. മാങ്ങ, നാരങ്ങ, ഈത്തപ്പഴം, വെളുത്തുള്ളി, കണ്ണിമാങ്ങ, ഇഞ്ചി, പച്ചമുളക്, കൈപ്പയ്ക്ക, അച്ചാറുകൾ, പായസക്കൂട്ടുകൾ, സോസ് ആൻഡ് ജാം. ചോല ഫുഡ്സ്, an ISO 9001:2015 certified company. ചോദിച്ചു വാങ്ങൂ. ചോല ഫുഡ്സ്. Change it and say to like come. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അലാസ് ടൂർസ് ആൻഡ് ട്രാവൽസ് അവതരിപ്പിക്കുന്ന ഫാമിലി ട്രീറ്റിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പവർഡ് ബൈ ചോല പിക്. ഐഡിയ ഫാക്ടറി CCD ചെയർമാൻ മഞ്ചേരി നാസിർക്കയുടെ വൈഫ് അസീനത്തയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അസീനത്ത നല്ല പർച്ചേസിംഗിലാണ്. ഇന്ന് നമുക്ക് വേണ്ടി എന്ത് ഫുഡാണ് ഒരുക്കുന്നത് നോക്കാം. ഹായ് അസീനത്ത, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയാണോ? എന്താണ് ഇന്ന് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഫുഡ്? ബനാന കട്ട്ലറ്റ്. ഓക്കെ, കട്ട്ലറ്റ് എന്റെ ഫേവറേറ്റ് ഐറ്റം ആണ്. അതിൽ വെറൈറ്റി ആയിട്ടാണ് ഇപ്പൊ ബനാന കട്ട്ലറ്റ് വന്നിരിക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? നേന്ത്രപ്പഴം വേണം, നേന്ത്രപ്പഴം, തേങ്ങ, പഞ്ചസാര, വാനില എസൻസ്, പിന്നെ മുട്ട, റസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് വാങ്ങിയിട്ട് മിക്സിയിൽ പൊടിച്ചിട്ടാലും മതി. റസ്ക് പൊടി വേണം, അതല്ലെങ്കിൽ അത് യൂസ് ചെയ്തൊരു ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അങ്ങനെയും ചെയ്യാം അല്ലേ? ഓക്കെ, പിന്നെ ഓയിലും വേണം, ഓക്കെ, ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ. ഓക്കെ, അപ്പോ നമുക്ക് പർച്ചേസ് ചെയ്യാം. ശരി, നമുക്കൊരു ട്രോളി എടുത്തിട്ട് ഓക്കെ, ഇതാ ട്രോളി ഇവിടെ ഉണ്ട്. Change it and say to like come.
പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു, നമുക്കൊന്ന് മേക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങളെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന ബനാന കട്ട്ലറ്റിന്റെ കുക്കിംഗ് സെക്ഷനിലേക്ക് നീങ്ങുകയാണ്. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. Change it and say. അതിരുകളില്ലാത്ത സേവനം നിങ്ങൾക്ക് നൽകുന്നു അലാസ് ഗ്രൂപ്പ് ഇന്റർനാഷണലിൽ നിന്നും അലാസ് ടൂർസ് ആൻഡ് ട്രാവൽസ്. ഹജ്ജ് ആൻഡ് ഉംറ വിസ, പാസ്പോർട്ട് ആൻഡ് എമിഗ്രേഷൻ ക്ലിയറൻസ്, എയർ ആൻഡ് ബസ് ടിക്കറ്റ്സ്, ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, കസ്റ്റമർ ക്ലിയറൻസ്, വിവാഹം, വിനോദം തുടങ്ങിയവയ്ക്കുള്ള വാഹനങ്ങൾ, കൂടാതെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്കും. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കുടിവെള്ളത്തിലെ അണുബാധയ്ക്കും മാലിന്യത്തിനും ഒരു ശാശ്വത പരിഹാരം. അലാസ് വാട്ടർ പ്യൂരിഫയർ സർവീസ്. ഓതറൈസ്ഡ് ഡീലർ അലാസ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ, ഓപ്പോസിറ്റ് വിമൻസ് അറബിക് കോളേജ് റോഡ്, മോങ്ങം. ബ്രാഞ്ചസ് ദുബായ് ആൻഡ് പത്തനംതിട്ട. തലമുറകൾ കൈമാറിയ കൈപുണ്യം. ചോല ഫുഡ്സ്. മാങ്ങ, നാരങ്ങ, ഈത്തപ്പഴം, വെളുത്തുള്ളി, കണ്ണിമാങ്ങ, ഇഞ്ചി, പച്ചമുളക്, കൈപ്പയ്ക്ക, അച്ചാറുകൾ, പായസക്കൂട്ടുകൾ, സോസ് ആൻഡ് ജാം. ചോല ഫുഡ്സ്, an ISO 9001:2015 certified company. ചോദിച്ചു വാങ്ങൂ. ചോല ഫുഡ്സ്. ഹായ്, വെൽക്കം ബാക്ക് ടു ഫാമിലി ട്രീറ്റ്. അപ്പോൾ നമ്മൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. താത്താൻ്റെ കൂടെ പുതിയൊരാൾ കൂടെ ഉണ്ട്. എന്താണ് പേര്? ജഹാന. താത്തയുടെ സിസ്റ്ററിന്റെ മോളാണ്. അപ്പോൾ താത്തയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ താത്തയുടെ സിസ്റ്ററിന്റെ മോള് കൂടെ ഉണ്ട്, പേര് ജഹാന. അപ്പോൾ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയ ആരംഭിക്കാൻ പോവാണ്. അതിനു മുമ്പ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പരിചയപ്പെടുത്താം. താത്ത, ഓക്കെ, റെഡി? നേന്ത്രപ്പഴം പുഴുങ്ങി ഒടിച്ചത്. നേന്ത്രപ്പഴം നമ്മൾ പുഴുങ്ങിയിട്ട് ഒടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 4 മുട്ട അല്ലേ? ഓക്കെ. പിന്നെ വാനില എസൻസ്, കുറച്ച് വാനില എസൻസ് കൂടെ ഉണ്ട്. അതുപോലെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡിന്റെ പൊടി. ബ്രെഡ് ഇത് റസ്ക് പൊടി യൂസ് ചെയ്യാം അല്ലേ? റസ്കിന്റെ പൊടി യൂസ് ചെയ്യാം. നമ്മൾ ഒന്നുകൂടെ ക്രിസ്പി ആവുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ പഞ്ചസാര, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മള് പഴം എടുത്തിട്ട് ഇത് മോൾഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അച്ചാണ്. അതിന് പെട്ടെന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടി നോക്കട്ടെ, കാണട്ടെ. ഓക്കെ, ഇതാണത്. ഈ ഷേപ്പിലാണ് നമ്മൾ ബനാന കട്ട്ലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തേങ്ങ ചിരണ്ടി വെച്ച ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് പഴത്തിലേക്ക്. കൂടെ പഞ്ചസാര കൂടെ, അതെ, കുറച്ച് സ്വീറ്റ് ആകാൻ വേണ്ടിയിട്ട് പഞ്ചസാര കൂടെ വേണം. മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഒഴിക്കുന്നത് അല്ലേ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരം ചേർക്കാം. നമ്മളിപ്പോ ചെയ്യുന്നത് 3 സ്പൂൺ പഞ്ചസാരയാണ്. ഓക്കെ, കുറച്ച് വാനില എസൻസ് കൂടെ. നമ്മുടെ മിക്സ് ഒരുവിധം നമ്മളെല്ലാം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മളെ ഇൻഗ്രീഡിയൻസ് 3 തുള്ളിയൊക്കെ മതി. ഓക്കെ, 3 തുള്ളി വാനില എസൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 3 തുള്ളി വാനില എസൻസ് നമ്മൾ അത് ചേർത്തു. ഒരുവിധം നമ്മളെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ കുഴച്ച് വെക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്നിട്ടാണ് നമ്മൾ മോൾഡ് ചെയ്യാൻ പോകുന്നത്. വാനില എസൻസ് എടുക്കാനുള്ള ചെറിയൊരു സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ കൂടെ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് താത്ത. പഴം, പഞ്ചസാര, വാനില എസൻസ്, അതേപോലെ നമ്മളെ തേങ്ങ ചിരണ്ടിയത്. ഒരുവിധം ഇൻഗ്രീഡിയൻസിന്റെ പകുതി മുക്കാൽ ഭാഗവും നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടല്ലേ താത്ത? നമ്മൾ മോൾഡ് ചെയ്യാൻ പോവാണ്. ഇത് വേണം നിർബന്ധമൊന്നുമില്ല. ഇതിനൊരു നല്ല ഷേപ്പ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ കട്ട്ലറ്റ് ചെയ്യണ പോലെ റൗണ്ട് ആയിട്ടും ചെയ്യാം. നമ്മൾ വീട്ടിലൊക്കെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് പരത്തിട്ട് അങ്ങ് ചെയ്യാം. ഇതിപ്പോ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മോൾഡ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് റൗണ്ട് ഉള്ളതുണ്ട്, സ്ക്വയർ ഉണ്ടാവും, എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം.
ജഹാന നല്ല ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോൾഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാ ഇത് മോൾഡ് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാ നമ്മുടെ പിന്നെ അത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് മോൾഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഷേപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മോൾഡ് ചെയ്ത് വെച്ചിട്ട് എന്താണ് നമ്മുടെ പ്രോസസ്സ്? മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് പൊടിയിലും കൂടി ഡിപ്പ് ചെയ്തിട്ട് പിന്നെ പറ്റില്ലേ? അതിന് ടൈം എടുക്കുമോ? അത് എന്തെങ്കിലും ടൈമിംഗ് ഉണ്ടോ? ഇല്ല, ഇത് എളുപ്പമാണ്. ഇതിൽ ശരിക്കും ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ശരിക്കും ഒരു പഴം പുഴുങ്ങ അതെ, വളരെ പെട്ടെന്ന് നമ്മൾ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണിത്. പഴം പുഴുങ്ങിയിട്ട് കുട്ടികൾക്കൊക്കെ ആകുമ്പോ വൈകുന്നേരമൊക്കെ വരുമ്പോ വാനില എസൻസ് ചേർക്കുമ്പോ ആ ഒരു കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ ആണല്ലോ വാനില. ഇപ്പൊ കേക്ക് ആയാലും ഐസ്ക്രീം ഒക്കെ ആയാലും അപ്പൊ കുട്ടികൾക്ക് ഒന്നുകൂടി ഇഷ്ടമാകുന്ന ഒരു സാധനമായിരുന്നു. ഐസ്ക്രീമുകളൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അതിൽ വാനില എസൻസ് ആണ് കൂടുതൽ ഇഷ്ടമുള്ളത്. അതിന്റെ ഒരു മണവും ടേസ്റ്റും ഉണ്ടാവും. ഓക്കെ. അപ്പൊ പഴം നേരിട്ട് ബോയിൽ ചെയ്ത് കൊടുത്താൽ ചില കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ആ ബോയിലിങ്ങിന്റെ ടൈം മാത്രമേ ഉള്ളൂ, പിന്നെ തേങ്ങ ചിരവുന്ന സമയവും. അപ്പൊ നമ്മൾ ബോൾ ചെയ്തെല്ലാം കഴിഞ്ഞു. നമുക്ക് ചട്ടി ചൂടാക്കാനായോ? ചട്ടി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട്, കാരണം ഇത് പെട്ടെന്ന് കുക്കാവും. കാരണം ഒക്കെ ഇത് പഴം പുഴുങ്ങിയതാണ്. തേങ്ങയൊക്കെ ചെറിയ വേവ് വേണ്ട സാധനങ്ങളല്ലേ. വളരെ കുറഞ്ഞ വേവ് മതി. കാരണം നമ്മൾ പഴം എല്ലാം ബോയിൽ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ മോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അധികം സമയം എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബ്രെഡ് പൊടി നമ്മളെ ക്രിസ്പി ലുക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് പൊടി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചട്ടി ചൂടാക്കാം. ഓക്കെ, ചട്ടി ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ജഹാന ബാക്കിയുള്ള ഇവിടെ ഡിപ്പ് ചെയ്ത് റെഡിയാക്കി വെക്കും. ഓക്കെ, നമ്മൾ എല്ലാം മോൾഡ് ചെയ്ത് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. എത്ര എണ്ണ ഒഴിക്കണം താത്താത്തിന്? ഈ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുങ്ങി നിൽക്കാം. ഓക്കെ, അപ്പോൾ മോൾഡ് ചെയ്ത് വെച്ച നമ്മുടെ ഈ കട്ലറ്റ് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള പാകത്തിന് നമ്മൾ എണ്ണ ഒഴിക്കണം. നല്ലോണം ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. ഓക്കെ, എണ്ണ ചൂടാവുന്നവർക്ക് താത്ത എന്താണ് വർക്ക് ചെയ്യണോ? നമുക്ക് താത്തനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ഹൗസ് വൈഫാണ്. വീട്ടില് 3 മക്കള്. അതുപോലെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. ജഹാനയുടെ ലാബിലാണ്. ഓക്കെ, നമ്മൾ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരണം. അതുവരേക്കും നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഉടനെ തിരിച്ചു വരാം. അതിരുകളില്ലാത്ത സേവനം നിങ്ങൾക്ക് നൽകുന്നു അലാസ് ഗ്രൂപ്പ് ഇന്റർനാഷണലിൽ നിന്നും അലാസ് ടൂർസ് ആൻഡ് ട്രാവൽസ്. ഹജ്ജ് ആൻഡ് ഉംറ വിസ, പാസ്പോർട്ട് ആൻഡ് ഇമിഗ്രേഷൻ ക്ലിയറൻസ്, എയർ ആൻഡ് ബസ് ടിക്കറ്റ്സ്, ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, കസ്റ്റമർ ക്ലിയറൻസ്, വിവാഹം, വിനോദം തുടങ്ങിയവയ്ക്കുള്ള വാഹനങ്ങൾ, കൂടാതെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്കും. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കുടിവെള്ളത്തിലെ അണുബാധയ്ക്കും മാലിന്യത്തിനും ഒരു ശാശ്വത പരിഹാരം. അലാസ് വാട്ടർ പ്യൂരിഫയർ സർവീസ്. ഓതറൈസ്ഡ് ഡീലർ അലാസ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ, ഓപ്പോസിറ്റ് വിമൻസ് അറബിക് കോളേജ് റോഡ്, മോങ്ങം. ബ്രാഞ്ചസ് ദുബായ് ആൻഡ് പത്തനംതിട്ട. തലമുറകൾ കൈമാറിയ കൈപുണ്യം. ചോല ഫുഡ്സ്. മാങ്ങ, നാരങ്ങ, ഈത്തപ്പഴം, വെളുത്തുള്ളി, കണ്ണിമാങ്ങ, ഇഞ്ചി, പച്ചമുളക്, കൈപ്പയ്ക്ക, അച്ചാറുകൾ, പായസക്കൂട്ടുകൾ, സോസ് ആൻഡ് ജാം. ചോല ഫുഡ്സ്, an ISO 9001:2015 certified company. ചോദിച്ചു വാങ്ങൂ. ചോല ഫുഡ്സ്. ഹായ്, അപ്പോൾ നമ്മൾ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിരിക്കുന്നത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അല്ലേ താത്ത? ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ മോൾഡ് ചെയ്ത് വെച്ചു.
നല്ല നല്ല പൊരിക്കുന്ന സൗണ്ടും അതേപോലെ അതിൻ്റെ കുമിളകളൊക്കെ പൊന്തി വരുന്ന അന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, നമ്മൾ 1 മിനിറ്റ് സമയം ഇതിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ കുറച്ച് വെക്കണം അല്ലേ? പാകത്തിന് വേവാവുന്നതിന് വേണ്ടിയിട്ടാണ്, കരിഞ്ഞു പോകാൻ പാടില്ല, അതിൻ്റെ ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. സാധാ കട്ലറ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വേറൊരു ബ്രൗണിഷ് കളർ വരുള്ളൂ. അതെന്തുകൊണ്ട് അതിന്? അത് നമ്മൾ മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ നോൺ വെജ് വെച്ചിട്ടല്ല ചെയ്യുന്നത്, ഫിഷ്, ചിക്കൻ. അപ്പോൾ അത് സ്പൈസി ആയിരിക്കുമല്ലോ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ. അപ്പോൾ സ്പൈസി ആകുമ്പോൾ അതിൻ്റെ ഒരു അതായത് മഞ്ഞപ്പൊടി, ഗരം മസാല കളറാണ് വരുന്നത്. ആ കളറാകുമ്പോൾ ഒന്നുകൂടി റെഡിഷ് കളർ വരും. ഞാനത് ശ്രദ്ധിക്കായിരുന്നു. സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ റെഡിഷ് ബ്രൗൺ കൂടുതലായിട്ട് ഡാർക്ക് ആയിട്ട് വരും. അപ്പോൾ അത് വെജ് കൂടുതൽ നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ആ കളർ വരാൻ കാരണം. ഇതൊരു ലൈറ്റ് റെഡ് ആയിരിക്കും അല്ലേ? ലൈറ്റ് യെല്ലോയിഷ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. മോൾഡ് ചെയ്തിരിക്കുന്ന നമ്മൾ സൈഡ് മാറ്റിയിടാം അല്ലേ? മാറ്റിയിട്ടുണ്ട്. ഓക്കെ, വേവായിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമ്മുടെ ഓൾറെഡി നമ്മള് ബനാനൊക്കെ ബോയിൽ ചെയ്ത് വെച്ചോണ്ട് കൂടുതൽ സമയം എടുക്കണ്ട. ഒരു മിനിറ്റ് സമയം മതി നമുക്കത് വേവിച്ചെടുക്കാൻ. വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാം. ജഹാനാണത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ജഹാൻ എങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കും? വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ബിരിയാണിയാണ്, ചിക്കൻ. ചിക്കൻ ബിരിയാണിയുടെ ആളാണ്. സ്വന്തമായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും? ഇല്ല, ഇത് ഫ്രൈ ആയിട്ടുണ്ട്. രണ്ടാമത്തെ സെക്ഷനും കൂടെ വേവിക്കാൻ പോവാണ്. ആദ്യം നമ്മുടെ ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ചുള്ളത് ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ചട്ടിയിൽ നിറച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് വേവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചിലത് കരിയും, ചിലത് വേവില്ല. പാകത്തിന് നമ്മൾ ഇടാൻ. ഓക്കെ, വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ, ചെറിയ ചട്ടി ആവുമ്പോൾ ഇത് ജസ്റ്റ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് കരിയാതെ ഉള്ളു നല്ല വേവാൻ മതി. വേവല്ല, ഒരു ക്രിസ്പി ആയിക്കോളും. വേവാൻ അതിന് മാത്രമൊന്നുമില്ല, കാരണം ഓൾറെഡി വെന്ത സാധനങ്ങളായതുകൊണ്ട്. ഓക്കെ, 1 മിനിറ്റ് സമയം മാത്രം മതി ഇത്. അത് കഴിഞ്ഞ് നമ്മൾ തീ ഒന്ന് ഡൗൺ ചെയ്യുക കുറച്ച്. അല്ലെങ്കിൽ നമ്മൾ ആ ക്രിസ്പി ലുക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത്, കരിഞ്ഞു പോകും. അപ്പോൾ വളരെ പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മിനിറ്റ് കൊണ്ട് നമ്മളിത് സൈഡ് മാറ്റിയിടണം അല്ലേ? പെട്ടെന്ന് മാറ്റിയിട്ടല്ല, നമ്മൾ ഒന്ന് വേവാനായിട്ടാണ് തീ കുറച്ചു. എന്നിട്ടൊന്ന് നല്ലോണം ആയിട്ട് മറിച്ചിട്ടിട്ട് പിന്നെ തീ കുറച്ച് കൂട്ടും. ഓൾറെഡി നമ്മൾ ബോയിൽ ചെയ്ത് ബനാന ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നില്ല അല്ലേ? പിന്നെ തേങ്ങ ചിരകിയത് മാത്രമേ ഉള്ളൂ. അതങ്ങനെ അധികം വേവില്ലാത്ത സാധനങ്ങളായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പച്ചയായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മൾ സൈഡ് മാറ്റിയിടാം. സത്യം പറഞ്ഞാൽ കട്ട്ലറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വായിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കുക. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തീ കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, നമ്മൾ സൈഡ് മാറിയതിന് ശേഷം കുറച്ചൊന്ന് തീ ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കാം. അതിരുകളില്ലാത്ത സേവനം നിങ്ങൾക്ക് നൽകുന്നു അലാസ് ഗ്രൂപ്പ് ഇന്റർനാഷണലിൽ നിന്നും അലാസ് ടൂർസ് ആൻഡ് ട്രാവൽസ്. ഹജ്ജ് ആൻഡ് ഉംറ വിസ, പാസ്പോർട്ട് ആൻഡ് എമിഗ്രേഷൻ ക്ലിയറൻസ്, എയർ ആൻഡ് ബസ് ടിക്കറ്റ്സ്, ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, കസ്റ്റമർ ക്ലിയറൻസ്, വിവാഹം, വിനോദം തുടങ്ങിയവയ്ക്കുള്ള വാഹനങ്ങൾ, കൂടാതെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്കും. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കുടിവെള്ളത്തിലെ അണുബാധയ്ക്കും മാലിന്യത്തിനും ഒരു ശാശ്വത പരിഹാരം. അലാസ് വാട്ടർ പ്യൂരിഫയർ സർവീസ്. ഓതറൈസ്ഡ് ഡീലർ അലാസ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ.
ഓപ്പോസിറ്റ് വിമൻസ് അറബിക് കോളേജ് റോഡ്, മോങ്ങം. ബ്രാഞ്ചസ് ദുബായ് ആൻഡ് പത്തനംതിട്ട. തലമുറകൾ കൈമാറിയ കൈപുണ്യം. ചോല ഫുഡ്സ്. മാങ്ങ, നാരങ്ങ, ഈത്തപ്പഴം, വെളുത്തുള്ളി, കണ്ണിമാങ്ങ, ഇഞ്ചി, പച്ചമുളക്, കൈപ്പയ്ക്ക, അച്ചാറുകൾ, പായസക്കൂട്ടുകൾ, സോസൻ ജാം. ചോല ഫുഡ്സ്, an ISO 9001:2015 certified company. ചോദിച്ചു വാങ്ങൂ. ചോല ഫുഡ്സ്. ഓക്കെ, നമ്മൾ കണ്ടിട്ട് കുക്കായിരിക്കുകയാണ്. ഏകദേശം ഒരു 1.5-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇത് വേവായിട്ടുണ്ട്. നമുക്കിന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്, ക്രിസ്പി ലുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് നോർമലി നമ്മൾ ടൊമാറ്റോ സോസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് കഴിക്കാറ്. ഇത് എങ്ങനെ നമ്മള് നല്ല തണുത്ത് നിൽക്കുന്ന സമയത്തൊക്കെ നല്ല കട്ടൻ ചായയും കൂട്ടി ഇതൊക്കെ കഴിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. സാധാരണ നമ്മൾ കട്ട്ലറ്റ് കഴിക്കുമ്പോൾ സോസുകളെല്ലാം കൂട്ടിയിട്ടാണ് കഴിക്കുക. അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബനാന കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി ഫുഡാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഒക്കെ നല്ല ഭംഗിയായിട്ട് ക്രിസ്പി ലുക്കിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മോൾഡ് ഈ ഒരു ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. വേണേൽ റൗണ്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ഇങ്ങനെ ചെയ്യാം അല്ലേ? ഞാനൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി, വളരെ നന്നായിട്ടുണ്ട്. ആ പഴം നല്ല ബോയിൽ ചെയ്ത് വലിയൊരു പഴുപ്പാവാത്തൊരു പഴമായതുകൊണ്ട് നല്ല കട്ടിയിൽ നിൽക്കുന്നുണ്ട് അല്ലേ? പാകത്തൊരു ഇതുള്ളൂ. വളരെ കൂടുതൽ പഴുപ്പായി കഴിഞ്ഞാൽ ചിലപ്പം അത് അലിഞ്ഞു പോകും അല്ലേ? ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. ക്രിസ്പി ലുക്കൊക്കെ അടിപൊളി. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാം. എങ്ങനെയാ ഉണ്ടാക്കുന്നത്? നേന്ത്രപ്പഴം നന്നായി പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഉടക്കുക. എന്നിട്ട് പിന്നെ തേങ്ങ ചെരുകിയതും പിന്നെ വാനില എസൻസ്, പഞ്ചസാര, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. നമ്മുടെ പഴം വലിയ പഴുപ്പാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു പകുതി പഴുപ്പുള്ള ഒരു പഴമാണ് വേണ്ടത്. എന്നാലേ ഇതിൽ കട്ടിയിലായിട്ട് നല്ല പാകമായിട്ടില്ലെങ്കിൽ അലിഞ്ഞു പോയ പിന്നെ നമുക്ക് മോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. തേങ്ങ നന്നായിട്ട് ചിരകിയിട്ട് പഞ്ചസാര, അതേപോലെ വാനിലന്റെ എസൻസ് അല്ലെ? വാനില എസൻസ് ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ടേസ്റ്റ് കുറച്ചുകൂടെ പിടിക്കും. അത് തേങ്ങയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മോൾഡ് ചെയ്യാം. കാരണം നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മോൾഡ് ചെയ്യാൻ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കയ്യിൽ വെച്ചിട്ട് ഒക്കെ ചെയ്യും. ഇതുണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ മുട്ട ഉണ്ട് ഇതില്. മുട്ട ആദ്യം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് പൊടിയിലും കൂടി ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിട്ട് പൊരിച്ചെടുക്കും. ഇപ്പൊ നമ്മുടെ ബനാന കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റിയാണ്. ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാം. വളരെ വളരെ തുച്ഛമായ വളരെ 2 മിനിറ്റ് 5 മിനിറ്റ് സമയം മതി ഇതാക്കിയെടുക്കാൻ. വളരെ പഴം ബോയിൽ ചെയ്തെടുക്കുന്ന ആ ഒരൊറ്റ സമയമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ റെസിപ്പിനെ കുറിച്ചെല്ലാം താത്ത പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവമായ ബനാന കട്ട്ലേറ്റ് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ മഞ്ചേരി നാസിർക്കയുടെ വൈഫ് ഹസീനത്തയാണ്. ഹസീനത്തയുടെ ആയി കൊടുക്കാം. അതേപോലെ ഹസീനത്തയുടെ ചേച്ചിയുടെ മോള് ജഹാന. അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് നമുക്ക് ഇന്ന് ഈ ഫുഡ് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഇതുപോലെ പ്രേക്ഷകർക്ക് നല്ല രുചികരമായ ഭക്ഷണം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക 9745621313 അടുത്ത ആഴ്ച വീണ്ടും കാണും വരേക്കും ഗുഡ് നൈറ്റ്. അതിരുകളില്ലാത്ത സേവനം നിങ്ങൾക്ക് നൽകുന്നു അലാസ് ഗ്രൂപ്പ് ഇന്റർനാഷണലിൽ നിന്നും അലാസ് ടൂർസ് ആൻഡ് ട്രാവൽസ്.
ഹജ്ജ് ആൻഡ് ഉംറ വിസ, പാസ്പോർട്ട് ആൻഡ് എമിഗ്രേഷൻ ക്ലിയറൻസ്, എയർ ആൻഡ് ബസ് ടിക്കറ്റ്സ്, ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, കസ്റ്റമർ ക്ലിയറൻസ്, വിവാഹം, വിനോദം തുടങ്ങിയവയ്ക്കുള്ള വാഹനങ്ങൾ, കൂടാതെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്കും. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കുടിവെള്ളത്തിലെ അണുബാധയ്ക്കും മാലിന്യത്തിനും ഒരു ശാശ്വത പരിഹാരം. അലാസ് വാട്ടർ പ്യൂരിഫയർ സർവീസ്. ഓതറൈസ്ഡ് ഡീലർ അലാസ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ, ഓപ്പോസിറ്റ് വിമൻസ് അറബിക് കോളേജ് റോഡ്, മോങ്ങം. ബ്രാഞ്ചസ് ദുബായ് ആൻഡ് പത്തനംതിട്ട. തലമുറകൾ കൈമാറിയ കൈപുണ്യം. ചോല ഫുഡ്സ്. മാങ്ങ, നാരങ്ങ, ഈത്തപ്പഴം, വെളുത്തുള്ളി, കണ്ണിമാങ്ങ, ഇഞ്ചി, പച്ചമുളക്, കൈപ്പയ്ക്ക, അച്ചാറുകൾ, പായസക്കൂട്ടുകൾ, സോസ് ആൻഡ് ജാം. ചോല ഫുഡ്സ്, an ISO 9001:2015 certified company. ചോദിച്ചു വാങ്ങൂ. ചോല ഫുഡ്സ്.